എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് രാശികളുടെ ചിഹ്നത്തെക്കുറിച്ചാണ്. അതായത് ഓരോ രാശിക്കും ചിഹ്നങ്ങൾ കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പലതും അതിൻ്റെ പേരുമായിട്ട് വളരെയധികം സാമ്യതയുള്ളതാണ്. നമ്മൾക്ക് ഇന്ന് അതിനെക്കുറിച്ച് പഠിക്കാം. മേടം അല്ലെങ്കിൽ മേഷം, അതിൻ്റെ ചിഹ്നം ആടാണ്, പേര് പോലെ തന്നെ. ഇടവം അല്ലെങ്കിൽ ഋഷഭം, അതിൻ്റെ ചിഹ്നം കാളയാണ്. മിഥുനം, അതിൻ്റെ ചിഹ്നം യുവമിഥുനങ്ങൾ, ഒരു സ്ത്രീയും ഒരു പുരുഷനും ചേർന്ന് നിൽക്കുന്നത്. കർക്കിടകം ഞണ്ട്. ചിങ്ങം സിംഹം. കന്നി കന്യക. തുലാം തുലാസ്. വൃശ്ചികം തേൾ. ധനു അമ്പും വില്ലും അല്ലെങ്കിൽ അമ്പും വില്ലും ധരിച്ച് കുതിരപ്പുറത്തിരിക്കുന്ന ഒരു പടയാളി. മകരം മകരമത്സ്യം, അതായത് മുതലയാണ് ഇവിടെ പറയുന്നത്. മകരരാശിയുടെ തത്വം പകുതി ജലതത്വവും പകുതി ഭൂമി തത്വവുമായതിനാൽ ഭൂമിയിലും ജലത്തിലുമായിട്ട് സ്വച്ഛന്തമായിട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു മൃഗത്തെയാണ് അവിടെ ഉദാഹരണമായിട്ട് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രതീകമായിട്ട് കൊടുത്തിരിക്കുന്നത്. കുംഭം, പേര് പോലെ തന്നെ കുംഭം തന്നെയാണ്. കുംഭം എന്ന് പറഞ്ഞാൽ കലശം, പൂർണ്ണകുംഭം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതാണ് അതിൻ്റെ ചിഹ്നം, വെള്ളം നിറച്ചു വെച്ച ഒരു കലശം. മീനം മത്സ്യങ്ങൾ. 2 മത്സ്യങ്ങളാണ് അവിടെ പ്രതിനിധീകരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഓരോ രാശിയുടെയും വെസ്റ്റേൺ സിംബലും നമ്മൾ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. അത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് ഹൃദിസ്ഥമാക്കിയാൽ വെസ്റ്റേൺ അസ്ട്രോളജിയൊക്കെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ഈ ചിഹ്നം അറിഞ്ഞിരുന്നാൽ വളരെ എളുപ്പത്തിൽ അതൊക്കെ മനസ്സിലാക്കാനാകും. ഇനി നമ്മൾ പഠിക്കുന്നത് ഗ്രഹങ്ങളുടെ ചിഹ്നത്തെക്കുറിച്ചാണ്. ഇത് വെസ്റ്റേൺ ആയിട്ടാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത്. നമ്മുടെ ഭാരതീയ ജ്യോതിഷത്തിൽ അതിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരമാണ് പലപ്പോഴും ചിഹ്നമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. വെസ്റ്റേൺ രീതിയിൽ കുറച്ച് വ്യത്യാസമുണ്ട്, അത് ഇവിടെ കൊടുക്കാം. ഇനി നമ്മൾക്ക് ഗ്രഹസ്ഫുടം എന്നാൽ എന്ത് എന്ന് പഠിക്കാം. അതായത് രാശികളെക്കുറിച്ച് നമ്മൾ പഠിച്ചു, ഗ്രഹങ്ങളെക്കുറിച്ചും അത്യാവശ്യം നമ്മൾ പഠിച്ചു. ഈ ഗ്രഹങ്ങൾ രാശികളിലൂടെ സഞ്ചരിക്കുന്നു, രാശികളുടെ പശ്ചാത്തലത്തിൽ സഞ്ചരിക്കുന്നു എന്ന് പഠിച്ചു. ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവയുടെ സ്ഥാനം എവിടെയാണ് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഗ്രഹസ്ഫുടം ഉപയോഗിക്കുന്നത്. അതായത് ഒരു ഗ്രഹത്തിൻ്റെ ഗ്രഹസ്ഫുടം എന്ന് പറയുന്നത് അത് രാശിചക്രത്തിൽ ഏത് രാശിയിൽ എത്രാമത്തെ ഡിഗ്രിയിൽ സ്ഥിതി ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്നതാണ്. അപ്പോൾ നമ്മൾക്കറിയാം, ഈ ഗ്രഹസ്ഫുടം എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കാണിക്കുന്നത് ഡിഗ്രി, മിനിറ്റ്, സെക്കൻഡിലാണ്. 360 ഡിഗ്രിയാണ് രാശിചക്രം, ഒരു വൃത്തത്തിൻ്റെ അളവ്. ഈ 360 ഡിഗ്രിയിൽ 12 രാശികളാക്കുമ്പോൾ 30 ഡിഗ്രി വീതമുള്ള 12 രാശികൾ കിട്ടും. അങ്ങനെ ഇന്ന രാശിയിൽ, ഇപ്പോൾ മേടൻ രാശിയിൽ ഇത്രാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ഡിഗ്രി കൂടി പറയുമ്പോൾ ആ ഒരു പോയിന്റിലാണ് എന്ന് മനസ്സിലാക്കുക. 15 ഡിഗ്രി. ഇപ്പോൾ ഒരു ഗ്രഹം സൂര്യൻ 15 ഡിഗ്രി 4 മിനിറ്റ് 2 സെക്കൻഡ് എന്ന സ്ഥാനത്ത് മേടൻ രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ അതാണ് സൂര്യൻ്റെ സ്ഫുടം എന്ന് പറയുന്നത്. അപ്പോൾ ഡിഗ്രി, മിനിറ്റ്, സെക്കൻഡുകളിലായിട്ടാണ്, കോണളവുകളായിട്ടാണ് പറയാറ്. ഇതിനെ മലയാളത്തിൽ, ഡിഗ്രിയെ മലയാളത്തിൽ ഭാഗ എന്ന് പറയും, മിനിറ്റിനെ കല എന്ന് പറയും, സെക്കൻഡിനെ വികല എന്ന് പറയും. അപ്പോൾ 15 ഡിഗ്രി 15 കല, 15 ഭാഗ, 15 മിനിറ്റ് ആണെങ്കിൽ 15 കല, 15 സെക്കൻഡ് ആണെങ്കിൽ 15 വികല. ഇങ്ങനെയാണ് നമ്മൾ ഗ്രഹങ്ങളുടെ പൊസിഷൻ എക്സ്പ്രസ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ വരും വീഡിയോയിൽ പഠിക്കാം. ഇപ്പോൾ ഒരു മുഖവുര എന്ന രീതിയിൽ ഗ്രഹസ്ഫുടം എന്നാൽ എന്ത് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഗ്രഹസ്ഫുടം എന്നാൽ ഗ്രഹങ്ങളുടെ സ്ഥാനം കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരളവാണ്. ഇനി അടുത്ത വീഡിയോയുമായി
വരുന്ന ക്ലാസ്സുകളിൽ കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം.